ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്. കിഫ്കോണിനാണ് നിർമ്മാണ മേൽനോട്ടം. 750 കോടി രൂപയിൽ 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക. 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകളാണ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഒരു തീരുമാനവും ധാരണയുമായിട്ടുള്ളത്? ഗോകുൽ, 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനുള്ള കാര്യത്തിലാണ് മന്ത്രിസഭയുടെ തീരുമാനമായത്. ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 30ഓളം തീരുമാനങ്ങൾ മന്ത്രിസഭ കൈക്കൊണ്ടു. സർക്കാരിൻ്റെ നയപരമായ തീരുമാനം വേണ്ട വിഷയങ്ങൾ അത്ര കണ്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം തീരുമാനങ്ങൾ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വേണ്ടി വരുന്നത്. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലുമായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. ഈ ടൗൺഷിപ്പുകളുടെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നൽകുന്നത്. പദ്ധതി ടെൻഡർ കൂടാതെ തന്നെ ഈ സഹകരണ സ്ഥാപനം ആയതുകൊണ്ട് ഈ ഊരാളുങ്കൽ നൽകാൻ കഴിയും. സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്ന റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഈ നിർമ്മാണം നൽകുന്നത് എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. എന്തായാലും ഈ 2 ടൗൺഷിപ്പുകളുടെ നിർമ്മാണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. 10 സെൻറ്റ്, 5 സെൻറ്റ് എന്നിങ്ങനെയുള്ള പ്ലോട്ടുകളായി തിരിച്ചാണ് ആളുകൾക്കായി ഈ പുനരധിവാസത്തിനായി വീടുകൾ നൽകുന്നത്. ഈ വീടുകൾ ഉന്നത നിലവാരത്തിലുള്ള നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിക്കണം എന്നാണ് മുഖ്യമന്ത്രി നിഷ്കർഷിക്കുന്നത്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുന്നതിനായി ഒരു മേൽനോട്ട സമിതിയും മറ്റുമുണ്ടാകും. കിഫ്കോണാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വത്തിൻ്റെ ഒരു മേൽനോട്ടവും ഇക്കാര്യങ്ങളിലെല്ലാം ഉണ്ടാകും. എന്തായാലും 3:30 നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക്, ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുതിയ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകാൻ സർക്കാരിന്റെ തീരുമാനമാണ്, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ, ഒപ്പം പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നിർണായക തീരുമാനങ്ങൾ മുഖ്യമന്ത്രി 3:30 വിശദീകരിക്കും. തത്സമയം 24-ൽ കാണാം പ്രേക്ഷകർക്ക്.